റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. കാര്യങ്കോട് പുഴ കര കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് നീലേശ്വരം നഗരസഭയിലെ കാര്യങ്കോട് പെടോത്തുരുത്തി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. 12ഓളം വീടുകൾ ഭാഗികമായി തകർച്ച നേരിടുകയാണ്. അവിടെ ഉള്ളവർ തന്നെ ഇപ്പോൾ ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്. വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുന്നുണ്ട്. അനൂപ്, ഏതൊക്കെ സ്ഥലത്താണ് ദുരിതം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ജനങ്ങൾക്ക്? മാത്രമല്ല, ജില്ലാ ഭരണകൂടം എന്തൊക്കെ മുൻകരുതലാണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്? രാജേഷ്, മഴ ശക്തമായ കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ മഴ മണിക്കൂറുകളോളം ജില്ലയുടെ പല ഭാഗങ്ങളിലും മഴയുണ്ട്. എന്നാൽ അതേസമയം ഇപ്പോൾ ഈ വെള്ളം കയറി നീലേശ്വരം നഗരസഭയിലെ പ്രദേശത്ത് മഴയില്ല. ആകാശം നല്ല രീതിയിൽ തന്നെ മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണുള്ളത്. കഴിഞ്ഞ രാത്രിയോട് കൂടിയാണ് തേജസ്വിനി പുഴ കരകവിഞ്ഞ് കാര്യങ്കോട്, അതുപോലെ പൊടോത്തുരുത്തി, ചാത്തമത്ത് പ്രദേശങ്ങൾ വെള്ളത്തിലായത്. ഇവിടെ ഇത് ആദ്യമായിട്ടല്ല, എല്ലാ അധിക വർഷങ്ങളിലും വെള്ളം കയറുന്ന ഒരു സ്ഥലമാണിത്. കാരണം കാര്യങ്കോട് തേജസ്വിനി പുഴയോട് അടുത്ത് കിടക്കുന്ന, താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ്. പുഴയോട് അടുത്തുള്ള പ്രദേശം താഴ്ന്നു കിടക്കുന്നതിനാൽ തന്നെ ഇവിടെ എല്ലാ വർഷകാലത്തും ഇത്തരത്തിൽ പല വർഷങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതിൽ ഉപരി അതിനേക്കാൾ ഉയർന്ന നിലയിൽ വെള്ളം കയറിയ വർഷങ്ങളുമുണ്ട്. എന്തായാലും ജനജീവിതം ദുരിതത്തിലാക്കുന്ന ഒരു കാഴ്ചയാണിത്. അതായത് കായറ്റിൽ ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളം കയറി. ക്ഷേത്രത്തിന് തൊട്ടു മുൻവശം തന്നെയാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പുഴയിലെ വെള്ളം ഒഴുകി വന്നു. ആ പ്രദേശങ്ങളിൽ പല വീടുകളിലേക്കും വെള്ളം വന്നു. അതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാത്രിയിലാണ് ഈ വെള്ളം ഏറി വന്നത്. അതുപോലെ തന്നെ കാര്യങ്കോട്, പൊടോത്തുരുത്തി ഈ പ്രദേശത്തോട് തൊട്ട് കിടക്കുന്ന പ്രദേശമാണ് ചാത്തമത്ത്. ഇതും താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ്. ഇവിടെയും വെള്ളം കയറി. ചാത്തമത്ത് 7 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം കയറിയ പൊടോത്തുരുത്തി പ്രദേശത്ത് 5 കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്ക് താമസം മാറി. ഒരു കുടുംബത്തെ ചാത്തമത്ത് ആലയിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ, അവിടെ മുൻപും ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. വലിയ വെള്ളം വരുന്ന സമയത്ത് അവിടത്തേക്ക് ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വെള്ളം ചാത്തമത്ത്, പൊടോത്തുരുത്തി ഈ പ്രദേശത്ത് വെള്ളം കാര്യങ്കോട് പുഴയിലെ വെള്ളം ഇറങ്ങി പോകുന്നത് വരെ നിലനിൽക്കും. ചിലപ്പോൾ 3-4 ദിവസം വരെ ഈ ഒരു സാഹചര്യം തുടരാം. അതുപോലെ തന്നെ ഇനി വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് പറയുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മൈച്ച, അതുപോലെ തന്നെ നീലേശ്വരം നഗരസഭയിൽ തന്നെ പള്ളിക്കര, മുണ്ടേമാട് പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ വെള്ളം സ്വാഭാവികമായും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും മഴ ശക്തമായി വരുന്ന സാഹചര്യത്തിൽ ഇവിടെയെല്ലാം ജനജീവിതം വരുന്ന കുറച്ച് ദിവസങ്ങളിലേക്ക്, 4-5 ദിവസങ്ങളിലേക്ക് ദുസ്സഹമാകുന്ന നിലയിലായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം എല്ലായിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശമായതിൽ തന്നെ ഇവിടെ ജനജീവിതം ഒരാഴ്ച, അല്ലെങ്കിൽ ഈ മഴ എത്രമാത്രം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നോ അത്രയും ദിവസങ്ങൾ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും. വീടുകളിലെ ജനജീവിതം തീർത്തും ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോവുക. അതേസമയം മഴ വിട്ടുമാറി മണിക്കൂറുകളോളം മഴ പെയ്യാതിരുന്നാൽ വെള്ളം പെട്ടെന്ന് തന്നെ ഒലിച്ചു പോവുകയും വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അതുപോലെ തന്നെ മറ്റു വെള്ളം കയറാൻ സാധ്യതയുള്ള മറ്റൊരു പ്രദേശം ഇപ്പോൾ കാണുന്നത് കാഞ്ഞങ്ങാട് അരിയാണ്. ഈ പുഴ കര കവിയും എന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ തന്നെ ബണ്ട് നിൽക്കുന്ന പ്രദേശം, റോഡ് വാഹനങ്ങളടക്കം കടന്നു പോകുന്ന അരിപ്പുഴ ആ ഭാഗത്തേക്ക്, ബണ്ടിന്റെ അടുത്തേക്ക് വെള്ളം വരുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന. ഒരുപക്ഷെ മഴ ശക്തമായാൽ കാഞ്ഞങ്ങാട് നഗരസഭയിലെ അരിപ്പുഴയും കരകവിഞ്ഞേക്കാം. ഇപ്പോൾ കരകവിഞ്ഞിട്ടില്ല, എന്നാൽ വലിയ രീതിയിലുള്ള ഒരു ജലനിരപ്പാണ് ഇപ്പോൾ പുഴയിലുള്ളത്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജേഷ്.